ഹലോ ഗൈസ്, നമ്മളിന്ന് മലയാറ്റൂർ പള്ളിയിലേക്കാണ് കേട്ടോ ട്രിപ്പ് പോണത്. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ എത്തിയ ശേഷം കേട്ടോ ഞങ്ങൾ ഇനി മലയാറ്റൂരേക്ക് ട്രിപ്പ് പോണത്. ഞാനും അച്ഛനും അമ്മയും കൂടെ ആണ് കേട്ടോ ഈ ട്രിപ്പിന് പോകുന്നത്. ഇനി ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ആഘോഷം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അകത്തായിട്ടൊരു മ്യൂസിയം പോലെ പണിത് വെച്ചേക്കുന്നത് കാണാം. ഇവിടെ കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളുടെയും ശില്പകല കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത് നമ്മൾ ലിഫ്റ്റ് വന്നിട്ട് മുകളിലത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഈ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അടുത്ത ട്രെയിൻ വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കയറാനുള്ള ട്രെയിൻ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് കയറാം. ഇനി ഇവിടെ നിന്ന് ആലുവ വരെയാണ് കേട്ടോ ഞങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്യണത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി പറയാം. ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ ഇറങ്ങാം. ഇനി ആലുവയിൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാട്ടെ ഞങ്ങൾ മലയാറ്റൂർ അടിവാരത്തേക്ക് പോണത്. ഇവിടെ അടിവാരത്തായിട്ട് പെരിയാർ ഒഴുകണ കാണാം കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ താഴ്വാരത്തുനിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റണത്. ഇനി അങ്ങോട്ടേക്ക് മല കയറാൻ തുടങ്ങുക കേട്ടോ. ആദ്യമൊക്കെ മല കയറാൻ ഇച്ചിരി കഠിനമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 3 മല ഭയങ്കര കഠിനമായിരുന്നു കേട്ടോ കയറാൻ. പിന്നീട് അങ്ങോട്ട് നമ്മൾ സുഖമായിട്ട് കയറിപ്പോയി. ഇതേപോലത്തെ കയറ്റായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. ഇവിടെ ധാരാളം പേര് കയറുന്നുണ്ട്. നമ്മൾ ധാരാളം പേരോട് സംസാരിക്കാൻ വിശ്രമിച്ചിട്ടോ കേട്ടോ കയറിയത് പതിയാണ്. അങ്ങനെ കുറേ നേരം കയറിയ ശേഷം ഞങ്ങൾ മുകളിലെത്തിട്ടോ. ഇവിടെ മരത്തിലായിട്ടൊരു കുരങ്ങ തൂങ്ങണതാണ് കേട്ടോ. നിങ്ങൾക്കത് സ്ക്രീനിൽ കാണുന്നുണ്ടോയെന്നല്ല, എന്നാലും ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുരങ്ങ ഇതിൽ കൂടെ പോകുന്നത്. മഞ്ഞ വഴിക്ക് ധാരാളം കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലും ധാരാളം കുരങ്ങുകളുണ്ടായിരുന്നു. മുകളിലെത്തിയ ശേഷം ഞങ്ങൾ മലയാറ്റൂർ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. മുത്തപ്പനെ വിളിച്ചായിരുന്നു കേട്ടോ എല്ലാവരും മല കയറിയത്. അതിനുശേഷം ഞങ്ങളവിടെ വഴിപാട് കഴിച്ച് നേർച്ചിട്ടു കേട്ടോ. മലയുടെ മുകളിൽ, അതായത് പള്ളിയുടെ മുകളിൽ മനോഹരമായ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ സാധിച്ചു കേട്ടോ. കാടിൻ്റെ മനോഹാരിത ആവോളം കാണുവാനും കുരങ്ങുകളെ ധാരാളം കാണാനും സാധിച്ചു കേട്ടോ അവിടെ. പിന്നെ അടുത്തായിട്ട് ഇവിടെ ആന കുത്തിയ പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെടുത്ത ക്ലിയർ ആയോന്നും അറിയില്ല, എന്നാലും വായിക്കാൻ പറ്റുമെന്ന് വായിക്കുക. ഇത് വളരെ രസകരവും സന്തോഷപ്രദമായ യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മുത്തപ്പനെ കാണാനും സാധിച്ചു. ഇങ്ങനത്തെ കാടുകൾ ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അടിവാരത്ത് നിന്ന് ബസ് കയറി നേരെ വൈറ്റിലയിൽ നിന്ന് തിരിച്ച് നമ്മുടെ മെട്രോ വഴി വീട്ടിലെത്തി.